അർത്ഥപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിൽ ഇന്ന് പാരന്റിങ്ങിനെ കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. പാരന്റിങ് ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പാരന്റിങ് ഒരുപാട് പഠിക്കേണ്ട ഒരു കാര്യമായിട്ടും കൂടെ പാരന്റിങ് മാറിയിരിക്കുന്നു. ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പാരന്റിങ് ട്രെയിനിങ് കോഴ്സുകളെല്ലാം നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പണ്ടത്തേക്കാൾ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ പാരന്റിങ്ങിന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പാരൻസിനും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് സത്യമാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമുക്കും കുഞ്ഞുങ്ങൾക്കും അറിയാത്തത്. സുഗമമാക്കാൻ നോക്കും തോറും ബുദ്ധിമുട്ടായി വരുന്ന ഒന്നാണ് പാരന്റിങ്. പലപ്പോഴും ഏറ്റവും നല്ല മാതാപിതാക്കളാകണം എന്നാഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറ്. മിക്കവാറും അമ്മമാരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നതായിട്ട് തോന്നാറുള്ളത്. ഇന്ന് വളരെ അണുകുടുംബങ്ങളിലേക്കൊക്കെ വന്നതോടുകൂടെ അമ്മമാരുടെ ഉത്തരവാദിത്വം 10 മടങ്ങ് കൂടിയിട്ടുണ്ട്. ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഭക്ഷണവും കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ്, സ്വന്തം ഇമോഷൻസ്, സ്വന്തം ആരോഗ്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അമ്മയെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. ഒന്ന്, പെർഫെക്റ്റ് പാരന്റ് ആവണം എന്ന ചിന്ത മാറ്റുക എന്നതാണ്. അങ്ങനെ ഒന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സാമാന്യം യുക്തിയോടെ ഓരോ അവസരവും കൈകാര്യം ചെയ്യാനായാൽ, കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് കൈകാര്യം ചെയ്യാനായാൽ തന്നെ ഒരു നല്ല പാരന്റിങ് ആകും എന്നുള്ളതാണ് ഒരു കാര്യം. 2, അമിതമായി കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ, ചെറിയ കാര്യങ്ങൾക്ക് വലിയ ശിക്ഷ കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ പലപ്പോഴും കുറ്റബോധത്തോടെ ചിന്തിക്കാറുണ്ട്, അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല. എവിടെയാണ് നമുക്ക് ആ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നത് എന്നല്ല. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, അമ്മ എന്ന നിലയിലെല്ലാം എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. ഇനി അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി അമ്മയ്ക്കും കുട്ടികൾക്കും ഒരുപാട് ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ കൊണ്ടെത്തിക്കാം. ചിലപ്പോൾ അമ്മയെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളായിരിക്കാം, ഇമോഷണൽ കാര്യങ്ങളായിരിക്കാം, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം. അതിനെല്ലാം വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ദിവസങ്ങൾ, നല്ല കുട്ടിക്കാലങ്ങൾ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത് എന്ന് തീരുമാനിക്കുക. കൃത്യമായ സൊല്യൂഷൻ കാണുക. പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളെയും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നമ്മുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് സ്വയം ഉത്തരവാദിത്തമായി കൊണ്ട് അത് ചെയ്യുക. 3-ാമത്തെ ഒരു കാര്യം, ഒന്നിനും വേണ്ടിയല്ലാതെ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഒന്നുകിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കാൻ, അങ്ങനെ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ, കടമകൾ നിർവഹിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാറ്. അങ്ങനെയല്ലാതെ അരമണിക്കൂർ ഫോൺ മാറ്റിവെച്ച് ഫോൺ റിങ് ചെയ്താലും അത് എടുക്കാതെ പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങളുടെ പറയുന്നത് കേൾക്കാനും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പഠനകാര്യമല്ലാതെ പലതും സംസാരിക്കാനും എല്ലായിട്ട് അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക. ഈ സമയം കൊടുക്കലാണ് യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹം. അല്ലാണ്ട് അവർ ആവശ്യപ്പെടുന്നതും അവർക്ക് താല്പര്യമുള്ളതും മേടിച്ചു കൊടുക്കുന്നതും അതിനോട് വഴങ്ങുന്നതിനേക്കാളും അപ്പുറം ഈ സമയം കൊടുക്കലിൻ്റെ ഒരു മൂല്യം നമുക്ക് പിന്നീട് അത് ഭാവിയിലാണ് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഓരോ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയം എല്ലാം കടന്നു പോകും എന്നുള്ളതാണ്. അതായത് മക്കളുടെ കൂടെയുള്ള ഈ സമയമൊന്നും നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നാളെ ഒരിക്കൽ അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ സമയമില്ലാതാവും. നമ്മുടെ കൂടെയുള്ള സമയം അവർ ആഗ്രഹിക്കാത്ത ഒരു പ്രായം അവർക്ക് വരും. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയം മാക്സിമം അവർക്ക് കൊടുക്കുക എന്നുള്ളത് മറക്കാതെ ബോധപൂർവം ചെയ്യാൻ ശ്രമിക്കുക. 4-ാമത്തെ ഒരു കാര്യം, പഠനത്തിൽ ബുദ്ധിപൂർവ്വം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒട്ടും പെർഫെക്റ്റ് അല്ല. കുറച്ച് ഓർമ്മശക്തി പരീക്ഷിക്കപ്പെടുന്നു എന്നല്ലാതെ കുഞ്ഞുങ്ങളുടെ നാനാവിധ കഴിവുകൾ മനസ്സിലാക്കാനോ ഓരോ കുട്ടിയുടെയും പഠന ശൈലി മനസ്സിലാക്കാനോ താല്പര്യവും ജിജ്ഞാസയും സൃഷ്ടിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാനോ ഒന്നും പ്രാപ്തമല്ല നമ്മുടെ സിലബസ്. പഴയ സമ്പ്രദായം പുതിയ കാലത്തേക്ക്
അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്കും നമ്മുടെ അധ്യാപകർക്കും ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. വളരെ വ്യത്യാസമാണ് ഓരോ കുട്ടിയുടെയും പഠനശൈലി. ചിലർക്ക് ഭാഷകൾ, അക്ഷരങ്ങൾ വേഗം കൈകാര്യം ചെയ്യാൻ പറ്റും, ചിലർക്ക് ചിത്രങ്ങളിലൂടെയും നിറങ്ങളിലൂടെയും കാര്യങ്ങളെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ചിലർക്ക് ഓർത്തിരിക്കാൻ കഴിവ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരിക്കലും കുട്ടികളെ പഠനത്തിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെ ഒട്ടും ശാസ്ത്രീയമല്ലാത്തൊരു കാര്യമാണ്. ഓരോ കുഞ്ഞിനെയും മനസ്സിലാക്കി അവരുടെ ശൈലിക്കനുസരിച്ച് അവർക്ക് ആ ഒരു താല്പര്യം, ആ ഒരു ഇഷ്ടം വളർത്തി പഠിപ്പിക്കാനാവാത്തത് നമ്മുടെയും നമ്മുടെ അധ്യാപകരുടെയും മിസ്റ്റേക്ക് തന്നെയാണ്. അതിനൊരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴോ മറ്റ് പഠന കാര്യങ്ങളിൽ അമിതമായി കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക, അമിതമായി കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. അമിത പ്രതീക്ഷയോടെയോ നിരാശയോടെയോ ഒന്നുമല്ല നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കേണ്ടതും നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി പ്രതീക്ഷിക്കേണ്ടതും ഒന്നും. ഒരു കൗതുകത്തോടെ കുഞ്ഞുങ്ങളെ നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും മുതിർന്നവരെക്കാൾ എത്ര യുക്തിയോടെയാണ് അവരോരോ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. ഓരോ ജീവിത സാഹചര്യങ്ങളെ അവർ അനലൈസ് ചെയ്യുന്നത് മുതിർന്നവരെക്കാളും എത്രയോ ഭംഗിയിലായിരിക്കാമെന്ന്. ഏറ്റവും കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നത് കുട്ടികളിലാണ്. അവരുടെ ചിന്തകളെ അവരുടെ വഴിക്ക് വിടുക. നമ്മുടെ ചിന്തകളും പ്രതീക്ഷകളും അവരുടെ മുതുകിൽ വെച്ച് കെട്ടരുതൊരിക്കലും. നാളത്തെ ലോകം നമുക്ക് ഭാവനയിൽ പോലും കാണാൻ പറ്റാത്തതായിരിക്കാം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അവരെ സഹായിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം നാളത്തെ ലോകത്തേക്ക് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ജനറേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അഞ്ചാമത്തെ ഒരു കാര്യം, പുതിയ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പ്രായം കൂടുന്തോറും സ്പർശനം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അച്ഛനമ്മമാർ അവരെ സ്പർശിക്കുന്നത്, അങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് കുഞ്ഞുങ്ങളും പാരൻസും തമ്മിൽ കുറഞ്ഞു വരുന്നത് അവരുടെ പലതരത്തിലുള്ള ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ അവർക്ക് സൃഷ്ടിക്കപ്പെടുന്നു. നാം അറിയാതെ മടിയിലിരുത്തുന്നതും ഉമ്മ കൊടുക്കുന്നതും എല്ലാം കുറയുന്നത് നമുക്ക് തന്നെ സ്വാഭാവികമായി ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ. അത് കുട്ടികളെ അത് മാനസികമായി വല്ലാതെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്നുണ്ട്. ബോധപൂർവം തന്നെ അത് കുറയാതെ നാം ശ്രദ്ധിക്കണം. അതിന് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒരു 10 മിനിറ്റ് വീതം അവരുടെ കൂടെ ചെലവഴിക്കുക എന്നുള്ളതാണ്. മടിയിൽ കിടത്തി ഉറക്കാനും നെറ്റിയിൽ ഉമ്മ കൊടുക്കാനും ഒക്കെ ധാരാളം ഒരു അവസരം ആ സമയത്ത് കിട്ടും. ആ ഫിസിക്കൽ കോണ്ടാക്റ്റ് അങ്ങനെ നിലനിർത്തുന്നതിൻ്റെ, ആ ഒരു മാനസിക അടുപ്പം സൂക്ഷിക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ ഗുണം നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. പലപ്പോഴും ഒരു 9 വയസ്സ് 10 വയസ്സോടെയൊക്കെ കുഞ്ഞുങ്ങൾ വളരെ ഉൾവലിയാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഒരു ഉമ്മ തരാൻ പറഞ്ഞാൽ തരാൻ മടിയും, അങ്ങനെ മടിയിലിരിക്കാൻ മടിയുമല്ല. അപ്പോൾ അതിലേക്ക് അവരെ തള്ളിവിടാതെ ആ ഉൾവലിയൽ തുടക്കത്തിലേ അത് ശ്രദ്ധിച്ച് അതിനെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം അവർക്ക് തോന്നുന്ന രീതിയിലാവണം നമ്മൾ മാതാപിതാക്കളുടെ പെരുമാറ്റം. പിന്നെ ഒരു കാര്യം, ഓവർ ഇൻഫർമേഷനാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം. ഇത്രയൊക്കെ വിവരം നമുക്ക് ജീവിക്കാൻ ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലേ. നമ്മളെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കുന്നത് പലപ്പോഴും ഈ ഓവർ ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ സ്വയം വിലയിരുത്താൻ തയ്യാറാവുക. നമ്മുടെ സ്വഭാവം, രീതികൾ, കുഞ്ഞുങ്ങളുടെ പ്രത്യേകതകൾ ഇതെല്ലാം മനസ്സിലാക്കി തരാൻ ഒരു ടെക്നോളജിക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ ഇൻഫർമേഷൻസും യൂട്യൂബിൽ പരതേണ്ട ശീലം ഒഴിവാക്കുക. അതിനേക്കാൾ എത്രയോ പെർഫെക്റ്റായ, എത്രയോ മനോഹരമായ ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതിനാദ്യം വേണ്ടത് നമ്മുടെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ്. കാര്യങ്ങളെ പതുക്കെ ചെയ്യാൻ നാം മറന്നുപോയിരിക്കുന്നുവെന്ന്, കാത്തിരിക്കാൻ മറന്നുപോയിരിക്കുന്നു. അപ്പോൾ 4Gയിൽ നിന്നും 5Gയിലേക്ക് പോകുന്നത് പോലെ എളുപ്പമല്ല നമ്മുടെ മാനസികാവസ്ഥ മാറ്റാൻ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്വഭാവം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു രീതി സ്വയം അറിഞ്ഞ് തിരുത്തി സമയമെടുത്ത് സാവധാനം യാത്ര ചെയ്താൽ എല്ലാ പാരൻറ്റിങ്ങും ഇതിലും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് പാരന്റിങ്ങിനെ കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.